ശ്രീ രതീഷ് ചക്രപാണി, അതായത് ഈ സംഘപരിവാർ താല്പര്യങ്ങൾ അനുദിനം ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. സ്വന്തം പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുന്നു, KSUവിനെ തിരുത്താൻ ശ്രമിക്കുന്ന ആൾ എങ്ങനെയാണ് BJPയുടെ ഫണ്ട് വിവാദം അത് അന്വേഷിക്കണമെങ്കിൽ പരാതി കിട്ടട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നത്? വഖഫ് ബോർഡിന് വേണ്ടി BJPക്ക് ഉള്ള വാദം എങ്ങനെയാണ് സർക്കാർ അഭിഭാഷകനുണ്ടാകുന്നത്? ഇതൊക്കെ യാദൃശികമാണോ ശ്രീ ചക്രപാണി? ഒട്ടും യാദൃശ്ചികമല്ല. ഇപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം പറഞ്ഞ BJPയുടെ ഫണ്ട് വിവാദം തന്നെ എടുക്കാം. അതിൽ അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഒരു പരാതി കിട്ടിയിട്ടില്ലെന്ന്? യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു കടയുടെ GST നമ്പർ വ്യാജമായി ഉപയോഗിക്കുകയും അതുപയോഗിച്ച് ഒരു ബില്ലുണ്ടാക്കുകയും ആ ബില്ല് BJPയുടെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുകയും അങ്ങനെ ചെലവെഴുതി കാണിക്കുകയും ചെയ്യുന്ന ഒരു പരാതി അവിടെ വളരെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ആ കൃത്യമായിട്ടുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ ഉള്ളപ്പോൾ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് വളരെ ലാഘവത്തോടു കൂടി പറയുന്നൊരു കാര്യം, ഒരു പരാതി കിട്ടിയാൽ ഞങ്ങൾ അന്വേഷിക്കാമെന്നുള്ളതാണ്. ഒന്ന്. ഇനി താങ്കൾ പറഞ്ഞ വഖഫ് ബോർഡിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ ഗവൺമെൻറ് അഭിഭാഷകനും ഷോൺ ജോർജിനുമൊക്കെ ഒരേ അഭിപ്രായമാകുന്നത് എങ്ങനെ എന്നുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഇത് രണ്ട് സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഈ മുഖ്യമന്ത്രി നിരവധി വാർത്താ സമ്മേളനങ്ങൾ നടത്തി. ആ വാർത്താ സമ്മേളനങ്ങളിൽ എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കമൻറ്റ്, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? അദ്ദേഹം ഏതാണ്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള മട്ടിൽ വളരെ ടെക്നിക്കലായി യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാണ്. ഈ കേരളത്തിലെ BJPക്കകത്ത് ഇത്ര വലിയ ഫണ്ടിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനോടല്ല എനിക്ക് ചോദിക്കാനുള്ളത്, കോൺഗ്രസ് നേതാവായിട്ടുള്ള VD സതീശൻ്റെ അഭിപ്രായം എന്താണ്? ഇത്തരത്തിൽ അദ്ദേഹം രാഷ്ട്രീയമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലും അദ്ദേഹം അഭിപ്രായം പറയാതിരിക്കുകയും വളരെ തന്ത്രപരമായി അദ്ദേഹം മൗനം പാലിക്കുകയും എന്നാൽ BJPക്കാരായിട്ടുള്ള ആളുകൾ അപ്പോയിൻറ്റ് ചെയ്തതിനെ കുറിച്ച് ഇന്ന് അദ്ദേഹം ഒരു വർത്തമാനം പറഞ്ഞു. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതെന്താണ്? ആ രണ്ടുപേരുടെയും ലിസ്റ്റ് വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തതെന്നാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിതെല്ലാം അറിയാം, പക്ഷേ ഞങ്ങൾ മനഃപൂർവ്വമായി അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്ത് ഞാനത് അവസാനിപ്പിക്കാം. ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയ ബ്ലൂംബർഗിന് അദ്ദേഹം കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, അത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന 100ഓളം കമ്പനികളുള്ള ടാറ്റ ഗ്രൂപ്പ് അവർക്ക് ഇതേവരെ ഇല്ലാത്തൊരു കമ്പനി ഏറ്റവും ആദ്യമായി ഫോം ചെയ്യാൻ പോകുന്ന ഒരു പുതിയ സെഗ്മെൻറ്റിലേക്ക് കടക്കുന്നു. ആ സെഗ്മെൻറ്റിലേക്ക് കടക്കുന്നത് കേരളത്തിൽ ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചുകൊണ്ടാണ്. അത് 10,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറയുന്ന VD സതീശൻ ഇതിനു മുമ്പ് ഈ ചാനൽ നമ്മുടെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കൊടുത്തിട്ടുള്ള നിരവധി ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് മാഗ്നറ്റിനെ പോലെ സംസാരിക്കുന്നത് നമുക്ക് കാണാം. അത് പോർട്ട് സിറ്റി ആക്കുന്നതിനെക്കുറിച്ച് വരാനിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ഇദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ